കല്ലൂർക്കാട് സെൻ്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ ചേർന്നുള്ള ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോ. ആ ഗ്രോട്ടോയെ 1961 അന്ന് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ചാത്തങ്കോട്ടച്ഛൻ ആണ് പണി കഴിപ്പിച്ചത്. പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് പൈസ മുടക്കും നെടുങ്കലെ തോമാച്ചൻ എന്ന് പറയുന്ന മോൺസിഞ്ഞോർ നമ്മള കോളേജിൻ്റെ പ്രിൻസിപ്പാളായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച തോമാച്ചൻ്റെ ജൂബിലി സ്മാരകമായി പണി കഴിപ്പിച്ചതാണ്. തോമാച്ചനാണ് അതിൻ്റെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് ഇത്രമാത്രം മനോഹരമായ ഒരു ലൂർദ്, ആ ഒരു ഗ്രോട്ടോ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായ ഒരു ഗ്രോട്ടോ കാണുവാൻ സാധിച്ചിട്ടില്ല. ആ ഗ്രോട്ടോയിലുള്ള മാതാവിൻ്റെ ചൈതന്യം തുളുമ്പുന്ന രൂപവും ആ ഗ്രോട്ടോയുടെ നിർമ്മാണത്തിൻ്റെ ഭാവനയും അത്രമാത്രം മനുഷ്യനെ ആകർഷിക്കുന്ന ഒരവസ്ഥയിൽ അത് 1961 പണിയെടുപ്പിച്ചതാണെന്ന് ഓർമ്മിക്കണം. 62 ജോണച്ചൻ ബഹുമാനപ്പെട്ട മാതേക്കലച്ചൻ വികാരിയായി ചാർജേറ്റു. ജോണച്ചൻ ചാർജേറ്റ ആ വർഷം എന്ന് പറഞ്ഞാൽ ഈ ഗ്രോട്ടോ വെഞ്ചരിച്ചതിൻ്റെ പിറ്റേ വർഷം, ആ വർഷമാണ് ഈ തിരുപ്രദക്ഷിണം ആദ്യമായിട്ട് ഗ്രോട്ടോയിൽ തുടങ്ങുന്നത്. മാതാവിൻ്റെ ലൂർദിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ഓർമ്മ ആചരിച്ചുകൊണ്ട് എല്ലാ ഫെബ്രുവരി മാസം 10-ാം തീയതിയും ഗ്രോട്ടോയിൽ ജോണച്ചൻ്റെ ഭാവനയിലുണ്ടായ ഒരു പ്രദക്ഷിണമാണ്. അത് 3 റോഡുകളുടെ സംഗമ സ്ഥലമായതുകൊണ്ട് ആ ഗ്രോട്ടോ അതിനെ ഫേസ് ചെയ്ത് തന്നെ ഗ്രോട്ടോ ഇരിക്കുന്നതിൻ്റെ ആ ആകർഷണീയതയിൽ അച്ഛൻ നാഗപ്പുഴ റോഡിൽ നമ്മുടെ സ്കൂളിൻ്റെ വളവ് വരെയും, കല്ലൂർ റോഡിലേക്ക് പോന്നാൽ വായനശാലയുടെ താഴെ വരെയും, വാഴക്കണ റോഡിലേക്ക് പോന്നാൽ ഇപ്പോഴത്തെ അൽഫോൻസാമ്മയുടെ കപ്പേളിയിരിക്കുന്ന പള്ളിയുടെ നടവരെയും, അങ്ങനെയാണ് ആദ്യത്തെ തിരുപ്രദർശനം തുടങ്ങുന്നത്. ആ തിരുപ്രദർശനം റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രദർശനമാക്കി, ആകർഷണീയമായ ഒരു പ്രദർശനമാക്കി ആരംഭം കുറിച്ചത് ജോണച്ചനാണ്. അത് 9 വർഷക്കാലം ജോണച്ചൻ പള്ളിയുടെ വികാരിയായിരുന്നു. 1962 മുതൽ 1971 വരെ കല്ലൂർക്കാട്ട് പള്ളിയുടെ വികാരിയായിരുന്നു. പള്ളി പണിയിപ്പീരും പുതിയ നമ്മുടെ പള്ളിയുടെ പണികളുടെ പൂർത്തീകരണമായില്ലെങ്കിൽ പോലും പണികൾ 90% പണികൾ നടത്തുകയും പള്ളിമേട കംപ്ലീറ്റ് പൊളിച്ചു പണിയുകയും അതോടൊപ്പം ആശുപത്രി കെട്ടിടങ്ങൾ കംപ്ലീറ്റ് പൊളിച്ച് പുതുക്കി പണി ഇതൊക്കെ ചെയ്ത് അപ്പോൾ 9 വർഷക്കാലം കൊണ്ട് വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പണികൾ നടത്തിയുണ്ടായി. അതോടൊപ്പം ഗ്രോട്ടോയിലെ പ്രദർശനം ഓരോ വർഷവും ആൾ കൂടി പങ്കെടുക്കുന്ന അവസ്ഥയിൽ വന്നു. അന്ന് 10-ാം തീയതി മാത്രമുള്ള ചടങ്ങ് മാത്രമായിരുന്നു. മറ്റ് അവസരങ്ങളിൽ ശനിയാഴ്ച തോറും 2ാമത്തെ ദിവ്യബലി കഴിഞ്ഞ് താഴെ ഗ്രോട്ടോയിൽ വന്ന് ലതീഞ്ഞ് നടത്തി പിരിയുന്ന അവസ്ഥയായിരുന്നു ആദ്യകാലങ്ങളിൽ. അതിനുശേഷം പിന്നീട് മാറി വന്ന കൗൺസിലിൻ്റെയും അച്ഛന്മാരുടെയൊക്കെ ആലോചനകളിൽ അത് വൈകിട്ടാക്കി മാറ്റി. ശനിയാഴ്ച തോറും വൈകിട്ട് താഴെ ആദ്യം ലതീഞ്ഞ് മാത്രമായിരുന്നു, പിന്നീട് ജപമാലയോടുകൂടി ലതീഞ്ഞ് വെച്ചു. പക്ഷേ അതൊന്നും കൂടുതൽ ജനപങ്കാളിത്തമില്ലാതെ വന്നതുകൊണ്ട് അതൊക്കെ ഇടക്കാലങ്ങളിൽ നിന്നുപോയി. അതിനുശേഷം ബഹുമാനപ്പെട്ട കോടമുള്ളച്ചൻ 1982 കല്ലൂർക്കാട്ട് പള്ളിയുടെ വികാരിയായിട്ട് വരുന്നു. കോടമുള്ളച്ചൻ വന്ന കാലത്ത് ഞങ്ങളെല്ലാം അതിൻ്റെ സജീവ കൗൺസിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അച്ഛൻ്റെ ഇടയ്ക്ക് ഈ ഗ്രോട്ടോ തിരുനാൾ വിപുലീകരിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഞങ്ങൾ അച്ഛൻ ഞങ്ങൾ പറയുന്ന ആശയങ്ങൾ ഒത്തിരി ഉൾക്കൊള്ളാൻ തയ്യാറായി. അങ്ങനെ അത് 1-ാം തീയതി മുതൽ അന്ന് 29-30 പള്ളി തിരുനാൾ, നമ്മുടെ ഇടവമധ്യത്തിൻ്റെ തിരുനാൾ സ്ഥിരമായി ആ ഡേറ്റിലായിരുന്നു, ജനുവരി 29. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് വീണ്ടും 1-ാം തീയതി നമുക്ക് ഗ്രോട്ടോയിൽ നമുക്ക് ജപമാലയോടുകൂടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന ആരംഭിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ അതിന് സമ്മതിച്ചു. അച്ഛനോടുകൂടി അന്ന് എല്ലാ ദിവസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ എന്ന് പറഞ്ഞാൽ 10-ാം തീയതി വലിയ തിരുപ്രദർശനം. അപ്പോൾ 10-ാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് ചെറിയ സമൂഹം പള്ളിയിൽ അച്ഛൻ അനൗൺസ് ചെയ്ത് ആളുകളെ സംഘടിപ്പിച്ചതനുസരിച്ച് ചെറിയ സമൂഹം 9 ദിവസവും വൈകിട്ട് അവിടെ ജപമാലയും അത് കഴിഞ്ഞ് ലതീഞ്ഞും നടത്തി. അത്
ഓരോ വർഷങ്ങളിലും അത് കൂടി വന്ന് അതോടൊപ്പം തിരുനാൾ വിപുലീകരിക്കുന്നതിന് വേണ്ടി തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാനുള്ള ആളുകളെ ചേർക്കുവാൻ ഉള്ള പദ്ധതി ഞങ്ങൾ കൗൺസിൽ ആലോചിച്ച് അച്ഛനുമായിട്ട് ഇത് ഒരാളിൽ നിന്ന് 250 രൂപ വെച്ച്, ആദ്യം 100 രൂപ വെച്ചായിരുന്നു, 100 രൂപ വെച്ച് ഇതെടുത്ത് പുസ്തകന്തിമാർ 100 രൂപ വെച്ച് കൊടുത്ത് തിരുനാളേക്കാണെന്ന് തീരുമാനിച്ചു. അതിനുശേഷം അത് 250 രൂപയാക്കി. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ 250 രൂപയായിരുന്നു. അപ്പോൾ തിരുനാൾ പുസ്തകന്തിമാരുടെ എണ്ണം ഞങ്ങൾ താഴെ ഈ തിരുനാൾ ഏൽക്കുന്ന ദിവസം ഏൽപ്പിക്കുന്ന തിരുപ്രദർശനത്തിൻ്റെ സമയത്ത് തിരുനാൾ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ സമയത്ത് തിരുനാൾ ഏൽക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടായെങ്കിലേ തിരുനാൾ ആഘോഷം നന്നാകുകയുള്ളൂ. അതുകൊണ്ട് അത് 100 പേരുടെ എണ്ണമൊക്കെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് തിരുനാൾ പുസ്തകന്തിമാരുടെ ലിസ്റ്റ് നോക്കിയിട്ട് തികയാത്ത ഞങ്ങൾ ആൾക്കാർ പറഞ്ഞ് ഇടവി 100 രൂപ മുടക്കുക അല്ലെങ്കിൽ 250 രൂപ മുടക്ക് നമുക്ക് ഈ തിരുനാൾ ആഘോഷമാക്കണം. അങ്ങനെ പറഞ്ഞു തന്നെ ആളെ സംഘടിപ്പിച്ച് അത് വിപുലീകരിക്കാൻ ഇതായി. പിന്നീട് അടുത്ത വർഷങ്ങൾ വന്നപ്പോഴേക്കും അതിലൊരു 3 ആർച്ച് ഉണ്ടാക്കുവാനും ആ ആർച്ചിനുള്ളിൽ റോട്ടയും പരിസരം കംപ്ലീറ്റ് തോരണങ്ങൾ കെട്ടി അലങ്കരിക്കുവാനുമുള്ള തീരുമാനം. അത് തിരുനാളിൻ്റെ അടുത്ത 2-3 ദിവസം മുമ്പ് എന്നുള്ള ആലോചനയായിരുന്നു. അത് ഓരോ ദിവസം ചെന്ന് വന്നപ്പോൾ ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന കൈക്കാരന്മാർ, പ്രത്യേകിച്ച് മരിച്ചുപോയ നെടുങ്കല്ലെ കുഞ്ഞേട്ടൻ, ആ കുഞ്ഞേട്ടനൊക്കെ ഞങ്ങൾ ചെറുപ്പക്കാർ 10-20 യുവജനങ്ങൾ അന്ന് ശ്രമദാനമായിട്ട് ഞങ്ങൾ പണി ചെയ്തു. അതോടൊപ്പം പള്ളിയിലെ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചിരുന്ന ഒരു വർഗീസേട്ടനുണ്ട്. വർഗീസേട്ടനും മരിച്ചുപോയി. ആ വർഗീസേട്ടനും ഞങ്ങൾ യുവജനങ്ങളും ഈ നെടുങ്കല്ലെ കുഞ്ഞേട്ടനുമൊക്കെ നേരം വെളുക്കുവോളം അവിടെ ഈ ആർച്ച് കെട്ടാനും ഈ തോരണങ്ങൾ കെട്ടുവാനും ആയി ബുദ്ധിമുട്ടിയ വർഷങ്ങളുണ്ട്. അന്ന് ഈ ആർച്ച് ഉണ്ടാക്കുവാനുള്ള സാമ്പത്തികം വഴി ആലോചിച്ചപ്പോൾ ഒന്ന് സൊസൈറ്റിയെ കൊണ്ട്, അന്ന് മനീത്തോനി മത്തായി സാറാകുന്ന പ്രസിഡന്റ്, സൊസൈറ്റിയെ കൊണ്ട് ഒരു വശത്തെ ആർച്ച് ഉണ്ടാക്കി വെപ്പിക്കാമെന്നും ഒരു വശത്തെ ആർച്ച് അന്ന് ഇതിനൊക്കെ പ്രോത്സാഹനം നൽകിയിരുന്ന കാരക്കുന്നേ മത്തക്കുട്ടിച്ചേട്ടൻ ഒരു വശത്തെ ആർച്ച് അവരുടെ കടയുടെ പേരിൽ ഒരു വശത്തെ ആർച്ച് മത്തക്കുട്ടിച്ചേട്ടൻ വയ്ക്കാമെന്നും ഒരു വശത്തെ ആർച്ച് അന്ന് ഞാനും ഇതിൻ്റെ സജീവമായിട്ട് ഇതിലെല്ലാം പങ്കെടുത്തിരുന്ന ചക്കാലക്കുന്ന വർഗീസ് ജോൺ എന്ന് പറഞ്ഞ ആ സുഹൃത്തും കൂടി ഒരു വശത്തെ ആർച്ച്, അന്ന് ഞങ്ങൾക്ക് ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു, ആ സ്ഥാപനങ്ങളുടെ പേരിൽ ഒരു വശത്തെ ആർച്ച്, അങ്ങനെ 3 ആർച്ചുകൾ ഞങ്ങളുണ്ടാക്കി. അത് 3-4 വർഷം എല്ലാ വർഷവും ആർച്ച് തുണിയിൽ ഫ്രെയിം തുണി ചെയ്ത് ഉള്ള ആർച്ചായിരുന്നു. അത് ഞങ്ങൾ കാലുകളുണ്ടാക്കി. ആ കാലുകളൊക്കെ ഈ വർഗീസും ഞങ്ങളെല്ലാവരും കൂടി യുവജനങ്ങളെല്ലാവരും കൂടി രാത്രി 10 മണി കഴിയുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കുഴി താത്തി കുറിയ മുകളിൽ ഊണിയേക്കട കയറി നിന്ന് മുകളിൽ കുറേ ബന്ധങ്ങൾ വെച്ച് കെട്ടി അതിൽ ആർച്ച് വടത്തിന് വലിച്ചു കയറ്റിയൊക്കെയാണ് അത് ചെയ്യുന്നത്. അതങ്ങനെ 3-4 വർഷം പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുണ്ടക്കിലച്ചൻ വന്ന് വികാരി ചാർജ് എടുത്തപ്പോൾ മുണ്ടക്കിലച്ചൻ പറഞ്ഞു, ഈ പഴയ ആർച്ചൊക്കെ നമുക്ക് മാറ്റി കളഞ്ഞിട്ട് പള്ളിയുടെ ചെലവിൽ തന്നെ നല്ല സ്കെൽറ്റൻ വർക്ക് നടത്തി മരത്തിൻ്റെ ഫ്രെയിം കൊണ്ട് നല്ല ആർച്ചുണ്ടാക്കി സ്ഥിരമായി അത് പെയിൻറ്റ് കൊണ്ട് എഴുതിച്ച് അങ്ങനത്തെ ആർച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മുണ്ടക്കിലച്ചൻ്റെ കാലത്താണ് പിന്നെ സ്ഥിരമായ ആർച്ച് അങ്ങനെ കുറച്ച് വർഷങ്ങൾ ഉണ്ടാക്കി വെച്ചു. അതോടൊപ്പം തിരുനാൾ ഓരോ വർഷവും പുസ്തകന്തിമാരുടെ എണ്ണം കൂടുവാൻ തുടങ്ങി. ആദ്യത്തെ വർഷങ്ങളിൽ കോടമുള്ളച്ഛൻ്റെ വർഷത്തിൽ ഞങ്ങൾ ആദ്യം ഇതിൻ്റെ ഒരു സപ്ലിമെൻ്റ് ഇറക്കി ദീപികയിൽ. ആ സപ്ലിമെൻറ്റിന് എറണാകുളം ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ അച്ഛനും മത്തക്കുട്ടിച്ചേട്ടനും ഞങ്ങളൊക്കെ അവിടെ പോയി പരസ്യങ്ങൾ പിടിച്ച്, അന്ന് മത്തക്കുട്ടിച്ചേട്ടൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ വെച്ച് പരസ്യങ്ങൾ പിടിച്ചു ഒക്കെ ഞങ്ങൾ ആദ്യം ഒരു സപ്ലിമെൻ്റ് ഇറക്കി. അങ്ങനെയാണ് ഇതിൻ്റെ ജനങ്ങളിലേക്ക് കൂടുതൽ ആകർഷകമായി. അതോടൊപ്പം നാനാജാതി മതസ്ഥരായ മക്കൾ ആ പള്ളി മാതാവിൻ്റെ അടുക്കൽ നിന്ന് തിരികെത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അത് ആദ്യകാലം മുതലുണ്ട്. ഇതിൻ്റെ എന്നല്ല, ഈ ഗ്രോട്ട തുടങ്ങിയ കാലം മുതൽ രാവിലെ വന്ന് ഗ്രോട്ടയിൽ കയറി തിരികെത്തിച്ച് ജോലി കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അനേകം ഹൈന്ദവ സഹോദരങ്ങളെ കാണുവാൻ സാധിക്കും. അത് ഇന്നും അതുപോലെ തന്നെ കാണാം. അതോടൊപ്പം നമ്മൾ തിരുനാളേക്കുന്നവരിൽ പഴയ ലിസ്റ്റുകൾ, പഴയ കാലത്തെ നോട്ടീസുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിലൊരു 1000-1500 പേരൊക്കെയായി തിരുനാളേക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോഴും ഒരു 10-500 പേരെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളുടെ പേരുകളാണ്. അത്രമാത്രം അമ്മയിൽ ആഴമായ ബോധ്യമുള്ള, അമ്മയുടെ മധ്യസ്ഥം വഴി കാര്യങ്ങൾ നടന്നു കിട്ടിയവർ
അതിൻ്റെയൊക്കെ സാക്ഷ്യമായിട്ടാണ് തിരുപ്രദർശനത്തിലൊക്കെ കൂടുന്നത്. ജാതി മതഭേദമിൻ്റെ കള്ളുക്കാട് ഹൈന്ദവരും ഉള്ളൂ. പക്ഷെ അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളും കൈകോർത്ത് പിടിച്ച് നീങ്ങുന്ന രീതിയിൽ ഒരു കയ്യിൽ വലിയ മെഴുകുതിരിയും മറു കയ്യിൽ ജപമാലയുമായി ജപമാല എത്തിച്ച് പോകുന്ന രംഗങ്ങൾ അത്ര ഹൃദയസ്പർശിയായ ഒരു ശുശ്രൂഷയാണ്. ഒരൊച്ചപ്പാടും ബഹളവുമില്ല, ഒരു സംസാരമില്ല. ഈ ലൈൻ നീണ്ട് ഇന്നത് പോയി നമ്മുടെ കല്ലൂർ വഴിക്ക് വന്നാൽ ശാന്തിഭവൻ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൻ്റെ മുമ്പിൽ വരെയും, വാഴക്കുളം വഴിക്ക് പോയാൽ മനയത്തുമാരി കുന്ന് വരെയും, നാഗപ്പുഴ വഴിക്ക് പോയാൽ ഗവൺമെൻറ് ആശുപത്രിയുടെ ജംഗ്ഷൻ കഴിഞ്ഞ് അതിനപ്പുറം വരെയും ആ പ്രദക്ഷിണം നീങ്ങി. അത്രമാത്രം 10-ാം തീയതി നടക്കുന്ന പ്രദക്ഷിണം അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള നമ്മുടെ കല്ലൂർക്കാട് മാത്രമല്ല, കല്ലൂർക്കാട് ചേർന്നുള്ള ഇടവുകളിൽ നിന്ന് മാത്രമല്ല, അടുത്ത സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ മുഴുവനും ആ ഡേറ്റ് കാത്തു നിൽക്കുക. ആ ഡേറ്റിൽ അവർ വന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും സജീവമായി അത് മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ 10 ദിവസത്തെ ജപമാല തുടങ്ങിയിട്ട് അത് പിന്നീട് വന്ന ഓരോ കൗൺസിലിൻ്റെ ഒക്കെ കാലഘട്ടങ്ങളിൽ അത് കൂടുതൽ കുറച്ചുകൂടി വിപുലീകരിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ ദിവ്യബലി കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ആദ്യം താഴെയായിരുന്നു വചന ശുശ്രൂഷ. അത് പിന്നെ വാഹനങ്ങൾക്ക് തടസ്സമാകുന്നു എന്നുള്ളതുകൊണ്ട് പള്ളിയിൽ തന്നെ വചന ശുശ്രൂഷയും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് താഴെ ആ 10 ദിവസവും 10 വൈദികരുടെ ശുശ്രൂഷകൾ അത് താഴെ വന്ന ആ വൈദികരുടെ നേതൃത്വത്തിൽ അവിടെ ജപമാല കഴിയുമ്പോൾ അതിൻ്റെ അവിടെ ജപമാല കഴിഞ്ഞ് ഉള്ള ശുശ്രൂഷകളും ലതീഞ്ഞും ശുശ്രൂഷകളും നടക്കുന്നു. അതിലൊക്കെ സജീവമായി ഈ ജനം ആ റോഡിൻ്റെ എല്ലാ സൈഡിലും, പ്രത്യേകിച്ച് പള്ളിയിലേക്ക് കയറുന്ന ആശുപത്രി റോഡിൻ്റെ സൈഡിലൊക്കെ നിറഞ്ഞ സ്ത്രീകളും എല്ലാം നിൽക്കുന്ന അവസ്ഥ. അത് തുടർച്ചയായി ഇപ്പം ഞങ്ങൾ പോരുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ പള്ളിയിലെ മധ്യസ്ഥൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഇതിനുള്ള തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിൽ ജനങ്ങളും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു, ജനങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുന്നു. വീടുകളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും സ്കൂളൊക്കെ വിട്ടാൽ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിൽ പോകാതെ വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇന്ന് അധികം പേര് വാഹന സൗകര്യങ്ങളുള്ളവരാണല്ലോ, അധികം പേരും അങ്ങനെ വീടുകളിൽ നിന്ന് വീണ്ടും ഈ കുട്ടികളും അമ്മമാരും എല്ലാവരുമായി പള്ളിയിലേക്ക് എത്തുന്നു. അത് കല്ലൂർക്കാടിൻ്റെ വലിയ ഉത്സവം എന്നല്ല, പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും ആഴമായ ആ വിശ്വാസവും അത് ബോധ്യമാക്കുന്നതാണ്. ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ അനേകർ ഞാൻ ഗ്രോട്ടയിൽ വന്ന് ഇത്ര ദിവസം തിരികെത്തിച്ചു, ആ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ വരെ അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കല്ലൂർക്കാടിൻ്റെ ഒരു ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവമായി കല്ലൂർക്കാടിൻ്റെ അമ്മ ഗ്രോട്ടോ മാതാവ് എൻ്റെ തിരുനാൾ ആഘോഷങ്ങൾ അത്ര മനോഹരമായി ഭംഗിയായി മറ്റ് ആഘോഷങ്ങളൊന്നുമില്ലാതെ, ചെണ്ടയോ വാദ്യമേളങ്ങളോ ഒന്നുമില്ലാതെ അത്ര ഭംഗിയായി നടക്കുന്നു. ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ അമ്മയുടെ രൂപം വലിയ മഞ്ചലിൽ വഹിച്ചു കൊണ്ടുപോകുന്ന സംവിധാനങ്ങളും ഈ കാലഘട്ടങ്ങളിൽ വന്ന കൗൺസിൽ മാച്ചന്മാരും ഒക്കെ തീരുമാനിച്ച് നടത്തിയുണ്ടായി. അതും വളരെ മനോഹരമായി ആ മഞ്ചൽ റോഡിലൂടെ പൂക്കളാൽ അലങ്കൃതമായി അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ആ മഞ്ചൽ പോകുമ്പോൾ നമ്മൾ വിദേശങ്ങളിൽ നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രദർശനങ്ങൾ, അതോടൊപ്പം വേളാങ്കണ്ണിയിൽ എല്ലാ ശനിയാഴ്ചവും നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ആ വലിയ മഞ്ചലെടുത്തുകൊണ്ടുള്ള പ്രദർശനങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അതുപോലെ ഒരു വലിയ ആഘോഷമായി, വലിയ ആത്മനിവൃത്തിയുടെ ചടങ്ങായി നമ്മുടെ ഗ്രോട്ടോ തിരുനാൾ വളർന്നു. അത് തമ്പുരാൻ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ കൂടുതൽ കൃപയും അനുഗ്രഹവും ഈ നാട്ടിലും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ നാനാജാതി മതസ്ഥരായ എല്ലാ മക്കൾക്കും ലഭിക്കുന്നുണ്ട് എന്നും ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നു. നമ്മുടെ പള്ളിയുടെ ഇപ്പോഴത്തെ വികാരിയായ ബഹുമാനപ്പെട്ട പിച്ചളക്കാട്ടച്ചൻ, അദ്ദേഹം 27 വർഷങ്ങൾക്ക് മുൻപ് കല്ലൂർക്കാട് ഇടവയുടെ അസ്ഥിയായിരുന്നു. അന്ന് മുതൽ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു സ്വഭാവവിശേഷം പുള്ളിക്കുണ്ട്.
അദ്ദേഹം അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂളിലെ ടീച്ചറായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഒരു ഓൾ കേരള റാലി പ്രൊസഷൻ കലൂർക്കാട് വഴി നാഗപ്പുഴ അന്ന് വൈകിട്ട് ക്യാമ്പ് ചെയ്യത്തക്കൊണ്ട് ഒരു പ്രൊസഷൻ വരുന്നതായി അറിയിപ്പ് കിട്ടി. അത് വെച്ച് അന്ന് പൂനാട്ടച്ചൻ അവിടെ വികാരിയാണ്. ഞങ്ങൾ പൂനാട്ടച്ചനുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്ത് വന്നാലും ഗ്രോട്ടോയിൽ മാതാവിൻ്റെ രൂപ ഇറക്കണം, അവിടെ ഇറക്കി നമുക്കൊന്ന് പൂക്കൾ ഇടാനുള്ള അവസരം ഒരുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ബന്ധപ്പെട്ട് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഗ്രോട്ടോയിൽ രൂപ ഇറക്കി വയ്ക്കാനുള്ള പീഠമൊക്കെ ഒരുക്കി വെച്ചു. തൊടുപുഴ പോയി ഒരു 2-3 കിലോ റോസപ്പൂവിൻ്റെ ഇതളുകൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ജനത്തിന് മുഴുവനും പൂ വിതറാനുണ്ട്. ഇതൊക്കെയായിട്ട് ഞങ്ങളത് കാത്തു നിൽക്കുകയാണ്. അന്നേരം സ്കൂളിൽ നിന്ന് പിച്ചളക്കാട്ടച്ഛനും വന്ന് ഈ ഞങ്ങളുടെ ഈ സമൂഹത്തിൻ്റെ കൂടെയുണ്ട്, സ്വീകരണത്തിനായിട്ട് പൂനാട്ടച്ഛനുണ്ട്, അന്നത്തെ മാതിരി അസ്ഥന്തി അച്ഛനുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ വണ്ടി വന്നു ഞങ്ങൾ ഗ്രോട്ടോയുടെ താഴെ മാതാവിനെ സ്വീകരിക്കാൻ നിൽക്കുന്നത് കാണാതെ വാഹനം നേരെ മുമ്പോട്ട് പോയി. വാഹനം നേരെ മുമ്പോട്ട് പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളാകെ നിൽക്കുമ്പോൾ ആണ് പിച്ചളക്കാട്ടച്ഛൻ പറഞ്ഞു, ഇതേ നമ്മുടെ മലയക്കണ്ട അച്ഛൻ പൈസച്ചൻ തേ നിൽക്കുന്നു, അച്ഛനെ നമുക്ക് പിടിക്കാമെന്ന്. ഉടനെ പിച്ചളക്കാട്ടച്ഛനും ഞങ്ങളിങ്ങനെ ഓടിച്ചെന്ന് പൈസമലക്കണ്ടത്തിലച്ഛനെ കണ്ട് ഞങ്ങളുടെ ആവലാതി പറഞ്ഞു. പിച്ചളക്കാട്ടച്ഛൻ ശക്തമായി പറഞ്ഞു, അച്ഛൻ എന്ത് വന്നാലും നമുക്ക് ഇത്രയും ജനം ഇവിടെ നിൽക്കുക, നമുക്കതൊന്ന് ഇറക്കി വെച്ച ഒരു അവസരം നമുക്ക് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പൈസമലക്കണ്ട അച്ഛൻ ഉടനെ തന്നെ ഫോറിനേഴ്സ് സായിപ്പന്മാരാണ് ഈ മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് പോകുന്ന വാഹനം കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ മലയക്കണ്ടത്തിലച്ഛൻ ആ വാണ്ടിയിലേക്ക് ഫോൺ ചെയ്ത് വാഹനം അവിടെ നിർത്തിച്ച് നാഗപ്പുഴ റോഡിൽ കുറച്ചട ചെന്ന് നമ്മുടെ സ്കൂളിൻ്റെ അങ്ങോട്ട് എത്തിയില്ല, അതിനു മുമ്പ് തന്നെ വണ്ടി അവിടെ നിർത്തിച്ച് ഞങ്ങളോട് അച്ഛന്മാർ 2 പേരും കൂടി പോകുന്നു, വേഗം പോയി നമുക്ക് രൂപ എടുത്തുകൊണ്ട് വരാമെന്ന്. ഉടനെ ഞങ്ങൾ ഓടിച്ചെന്ന് ആ വാഹനത്തിൽ നിന്ന് മാതാവിൻ്റെ മഞ്ചലെടുത്ത് തിരുസ്വരൂപം വഹിച്ച് കൊണ്ടുവന്ന് ഗ്രോട്ടോയിൽ ഞങ്ങൾ ഒരുക്കിയ പീഠത്തിൽ വെച്ചു. അവിടെ വെച്ച് പൂനാട്ടച്ഛനും അച്ഛന്മാരും ഒക്കെ പൂക്കൾ ചാർത്തി. അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ജനത്തിന് മുഴുവനും പൂക്കൾ വർഷിക്കാനുള്ള റോസപ്പൂവിൻ്റെ ഇതളുകൾ ഞങ്ങൾ കരുതിയിരുന്നു. ആ റോസപ്പൂവിൻ്റെ ഇതളുകൾ വർഷിച്ച് അത് കഴിഞ്ഞാണ് നാഗപ്പുഴയ്ക്ക് വിട്ടത്. അന്ന് ഇപ്പോഴത്തെ നമ്മുടെ വികാരി പിച്ചളക്കാട്ടച്ഛനല്ലെങ്കിൽ അന്ന് ആ രൂപം ഞങ്ങൾക്ക് കലൂർക്കാട്ട് ഇറക്കാൻ സാധിക്കും. അതെന്തോ മുമ്പേ കൊണ്ടുപോയവരുടെ ഇത് രൂപം കൊണ്ടുവരുന്ന സായിപ്പന്മാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷെ അതിനെ ഡയറക്റ്റ് ചെയ്ത് മുമ്പ് പോയവരൊക്കെ എന്തോ ഒരു വാശിയിൽ കൊണ്ടുപോയതാണ് നേരെ നാഗപ്പുഴ മാത്രമേ ഇറക്കുള്ളൂ. പക്ഷെ അന്ന് കൃത്യ അവസരോചിതമായി ആ സമയത്ത് മലയക്കണ്ടത്തിലച്ഛൻ ആ കൂടെ വരുവാനും പിച്ചളക്കാട്ടച്ഛൻ ഞങ്ങളുടെ ഈ പരിവേദനകൾ കേട്ട് എന്ത് ചെയ്യണമെന്നുള്ള രീതിയിൽ നേരെ പോയി മലയക്കണ്ടത്തിലച്ഛൻ്റെ അടുത്ത് ഇത് അവതരിപ്പിച്ച് കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മുടെ ഓരോ തിരുനാൾ ആഘോഷങ്ങളും പള്ളിയിലെ ഓരോ ചടങ്ങുകൾക്കും കാണാം, ഒന്നിനു മേലൊന്ന് മെച്ചമായി എല്ലാ കാര്യങ്ങളും അത്ര ഭംഗിയായി ക്രമീകരിച്ചു പോകുന്നു. ആരെയും പിണക്കുകയില്ല, ആരോട് പിണക്കവുമില്ലാതെ എല്ലാവരും കോർത്തിണക്കി കൊണ്ടുപോകുന്ന പ്രത്യേക ഒരു വൈഭവം അദ്ദേഹത്തിനുണ്ട്. ഈ തിരുനാൾ പരിപാടികളെല്ലാം ഭംഗിയായി നടത്തുവാൻ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വികാരിച്ചനും അസ്ഥേന്തി അച്ഛനും പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്ക് കൈക്കാരന്മാർക്കും ഒക്കെ പ്രത്യേകം അഭിവാദനങ്ങൾ. പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി അമ്മയുടെ അടുക്കൽ എല്ലാ മക്കൾ ഓടിയെത്തുവാനും അനുഗ്രഹങ്ങൾ നേടുവാനും ഈ തിരുനാൾ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുകയും ചെയ്യും.